ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂള് ലീവാണ് അല്ലേ. ഇനി 2 മാസം അവർക്ക് വെക്കേഷനാണ്. അപ്പോൾ നമ്മുടെ വെക്കേഷനിലെ ആദ്യത്തെ യാത്രയാണ് കേട്ടോ ഇത്. അപ്പോൾ 2 ദിവസത്തെ പരിപാടിയാണ്. അത് നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ 2 ദിവസത്തെ എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 5:45 റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ്. വെളിച്ചം വെച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. ഒരു 6:20 കേട്ടോ ട്രെയിന്. സ്കൂൾ അടിച്ച് പിറ്റേ ദിവസം തന്നെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഒരുപാട് വൈകിക്കാതെ തന്നെ പോയിട്ട് വരാൻ പറഞ്ഞിട്ടാണ്. അങ്ങനെ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് പഴനിയിലേക്കാണ് കേട്ടോ. അതുകൂടെ പറയാമല്ലോ, നമ്മൾ എവിടേക്കാണ് പോകുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയണമല്ലോ. അപ്പോൾ പോയിട്ട് വരുന്ന വരെയുള്ള കുറേശ്ശെ വിശേഷങ്ങൾ കേട്ടോ നമുക്ക് എടുക്കാൻ പറ്റുന്നത്ര വീഡിയോസൊക്കെ നമ്മൾ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോയി രാവിലെ അതുകൊണ്ടോ കാറ്റാടി, നമ്മുടെ ഷാജി പാപ്പൻ്റെ ഗോമംഗലം സ്റ്റേഷനൊക്കെ കഴിഞ്ഞ ശേഷമുള്ള കാറ്റാടിയാണ് കേട്ടോ ഈ കാണുന്നത്. ഈ കാറ്റാടി കണ്ടപ്പോഴാണ് നമുക്ക് അതാണ് കേട്ടോ ഈ കാറ്റാടിയും അതുപോലെ ആ സ്റ്റോപ്പൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഷാജി പാപ്പനെ ഓർമ്മ വന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു 8:30 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ പഴനിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ അവിടുന്ന് കുതിരവണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ കുതിരവണ്ടിയിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ഓട്ടോയിൽ തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ട്രെയിനിൽ എവിടേക്കാണെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു സുഖമാണല്ലേ. ബസ്സിനെക്കാട്ടിലും നല്ല സുഖമായിട്ട് പോയി വരാൻ നമുക്ക് ട്രെയിന് തന്നെയാണല്ലേ നല്ലത്. ഞങ്ങൾ ഓട്ടോയിലാണ് കേട്ടോ പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓട്ടോയിലൊക്കെ പോയി പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു. നമ്മളൊരു 9 മണിയാകുമ്പോഴേക്കും തന്നെ അവിടെ എത്തിയല്ലോ. അപ്പോൾ പിന്നെ രാവിലെ ഇവിടുന്ന് നേരത്തെ 4 മണിക്ക് എണീറ്റ് റെഡിയായതാണ്. 5:45 നമ്മൾ പാലക്കാട് ടൗണിൽ നിന്നാണ് കേട്ടോ ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ പൊങ്കലും മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് വാങ്ങി ഞങ്ങൾ രണ്ടാളും അല്ല, കുട്ടികൾ രണ്ടാളും റോസ്റ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു പൊടി ദോശയാണ് കേട്ടോ ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ കൊണ്ടു തന്നത് മസാല ദോശയായിപ്പോൾ. ശരി സാരില്ല, അത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടുത്തെ പൊങ്കൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കുറേശ്ശെ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വേഗം തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അതിന് ശേഷം അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ചായ മാത്രം കുടിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് വീഡിയോ എടുക്കുന്നതല്ലേ പണി, അതുകൊണ്ട് നമ്മൾ പിന്നെ അത് എടുക്കാനും നിന്നില്ല കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുടി വെട്ടാൻ വന്നതാണ് കേട്ടോ. നമ്മുടെ അശ്വിന് മുട്ടയടിക്കുന്നുണ്ട്. ആദ്യം തന്നെ അവനെ ഇരുത്തി കേട്ടോ മുട്ടയടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവനെ വേഗം തന്നെ മുട്ടയൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വെക്കേഷനും ആണല്ലോ. നമ്മൾ പഴനി വന്നു കഴിഞ്ഞാൽ ആകപ്പാടെ ചെയ്യുന്ന ഒരു വഴിപാട് പറഞ്ഞാൽ അതും ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാട് പറയുന്നതും ഈ മുട്ടയിടലാണല്ലോ. അപ്പോൾ വേഗം തന്നെ അവന് മുട്ടയിട്ടു. അതിന് ശേഷം ഞാൻ അക്ഷയുടെ തലമുടി തുമ്പൊന്ന് വെട്ടിക്കുന്നുണ്ട് കേട്ടോ. അവളുടെ വെട്ടിയതിന് ശേഷം ഞാനും തലമുടിയുടെ തുമ്പൊന്ന് വെട്ടുന്നുണ്ട്. എന്താ പറയുക, എല്ലാ കൊല്ലം പോയി കഴിഞ്ഞാൽ ഇതുപോലെ മുടിയൊക്കെ മുറിച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ അന്ന് മുടി വെട്ടിയപ്പോൾ 2 പേരും മുടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മുടി അവിടെ കൊണ്ടിട്ട് കുറേശ്ശെ തുമ്പ് കൂടെ വെട്ടി കേട്ടോ. മുടിയെല്ലാം വെട്ടൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അവിടുന്ന് വരികയാണ് ചെയ്തത്. ഇനി നമ്മൾ റൂം എടുക്കണം, എന്നിട്ട് വേണം കുളിച്ച് ഫ്രഷ് ആവണം, എന്നിട്ട് വേണം നമുക്ക് പിന്നെ പോകാൻ വേണ്ടിയിട്ട് തൊഴുതാനൊക്കെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് വന്ന് പിന്നെ മുടി വെട്ടിയപ്പോൾ കുറച്ച് പൂവും അതുപോലെ ചന്ദനമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം വെട്ടിയാൽ നല്ല കറക്റ്റായി തന്നെ വെട്ടി തന്നിട്ടുണ്ട് കേട്ടോ. ഒപ്പമായിട്ടുണ്ട് മുടിയൊക്കെ വെട്ടിയത്. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ നടന്ന് പിന്നെ ഇനി റൂമിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. പെട്ടെന്നുള്ള പരിപാടി ആയ കാരണം കൊണ്ട് തന്നെ നമ്മൾ റൂം ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പോകണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇത്രയും പെട്ടെന്ന് നമ്മൾ പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് റൂം ബുക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അവിടെ പോയതിന് ശേഷമാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എപ്പോഴും പോകുമ്പോൾ നമ്മുടെ പഴനിമലയുടെ താഴെ തന്നെ റൂം എടുക്കുന്ന കുറേ ഹോട്ടലുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്നാണ് ഇപ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വേറെ അതിനും കുറച്ച് അപ്പുറത്തായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നോക്കിയപ്പോൾ റൂം കുഴപ്പമില്ല തോന്നി. അപ്പോൾ പിന്നെ ഇവിടെ റൂം വേഗം എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ് എടുത്തിട്ടുണ്ടായിരുന്ന റൂം. അതിന് ശേഷം പിന്നെ നമ്മൾ ഇനി കുളിക്കണം, എല്ലാവരും കുളിക്കണം, എന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ വേഗം തന്നെ നമ്മൾ എല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റി കേട്ടോ. ഇപ്പോൾ തന്നെ നേരെ നോക്കുമ്പോൾ 1 മണി ആകാറായിട്ടുണ്ട് കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ടില്ല, നമ്മൾ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെ വേഗം തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായതിന് ശേഷം ഇനി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് മല കയറാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോകുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്
നമുക്ക് നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ കേട്ടോ മലയിലേക്ക്. ഇവിടുന്ന് അടുത്താണ്. ദൂരെയൊക്കെ പോയി എടുക്കുകയാണെങ്കിൽ നമുക്ക് മലയിലേക്ക് തൊഴുതാൻ പോകാനും വരാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ അടുത്ത് തന്നെയാണ് കേട്ടോ മല പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ വേഗം ഭക്ഷണം കഴിച്ചു. നല്ല വെയിലും ചൂടും ഉണ്ട് കേട്ടോ. പൊതുവേ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടും പിന്നെ തമിഴ്നാട് പറയുമ്പോൾ നല്ല ചൂടുള്ളതല്ലേ, പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചൂടാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അപ്പം നമ്മൾ പിന്നെ ആദ്യം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്, ഞാൻ ചോറ് തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും ഏട്ടനും ചോറിന് മതി പറഞ്ഞിട്ടാണ് അത് തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കറികളൊന്നും വലിയ രൂപമൊന്നുമില്ല, എന്നാലും ചോറുണ്ണ വിചാരിച്ചു കേട്ടോ. കുട്ടികൾക്ക് പിന്നെ നമ്മൾ നൂഡിൽസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അശ്വിൻ്റെ തലയിൽ ചന്ദനം തേച്ചിട്ടുണ്ടായിരുന്നത്. അത് നേരത്തെ ഒന്നും തേക്കാനേ അയക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിച്ച് തേപ്പിച്ച് വിട്ടാണ്. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് ഒരു 3-3:30 ആകുമ്പോഴാണ് കേട്ടോ മല കയറാൻ പോകുന്നുണ്ടായിരുന്നത്. അവിടുന്ന് അടുത്ത് തന്നെയാണ്, നടന്നു പോകേണ്ട ദൂരം തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. പോരാത്തതിന് ഇപ്പോൾ പഴയ പോലെയല്ല കേട്ടോ, പഴനിയിലും നമ്മൾ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഫോണും ചെരുപ്പൊക്കെ നമ്മൾ താഴെ തന്നെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പോയി അവിടെ പോയി തൊഴുതി അവിടുന്ന് ഭക്ഷണം കഴിച്ച് സ്വർണ്ണത്തേരൊക്കെ കണ്ട് വൈകുന്നേരം ഒരു 9:30 ആകുമ്പോഴേക്കും തന്നെ നമ്മൾ താഴെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുമ്പോഴേക്കും തന്നെ ആകപ്പാടെ ചൂടും തിരക്കും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ തിരക്കിന് കുറച്ച് സമാധാനമുണ്ട് കേട്ടോ. വലിയ തിരക്കെന്ന് പറയാനില്ല, പക്ഷേ രാവിലേക്ക് ആകുമ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. തൊഴുതി വന്നതിന് ശേഷം നമ്മൾ പിന്നെ ഫോണൊക്കെ എടുത്തു, അതുപോലെ ചെരുപ്പൊക്കെ എടുത്തു. കണ്ടോ നമ്മുടെ രാത്രിയിലത്തെ വ്യൂ ആണ് കേട്ടോ പഴനി മലയിൽ കാണുന്നത്. അങ്ങനെ നമ്മൾ കുടിക്കാനുള്ള വെള്ളവും അതുപോലെ ഒരു കുപ്പി ഫ്രൂട്ടി അതെല്ലാം വാങ്ങി കുടിച്ച് മെല്ലെ വന്നു കേട്ടോ. റൂമെത്തുമ്പോൾ തന്നെ ഒരു 10-10:30 ആകാറായി. പിന്നെ മേലെല്ലാം കഴുകി പിന്നെ നന്നായി തന്നെ ഒന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങി എണീച്ച് നമ്മളൊരു 6 മണിയാകുമ്പോൾ എണീറ്റ് പിന്നെ വീണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തൊഴുതാൻ പോകണമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ 2 ദിവസമൊക്കെ നിൽക്കുകയാണെങ്കിൽ എന്താ പറയുക, നമുക്ക് സമാധാനത്തിൽ തൊഴുതി എന്തെങ്കിലുമൊക്കെ വഴിപാട് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വരാനുള്ള സമയവും സൗകര്യമൊക്കെ ഉണ്ടാകും കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ ഇരിക്കുന്ന റൂമിൽ നിന്ന് നോക്കിയാൽ തന്നെ, ഈ ജനലിൽ കൂടെ നോക്കിയാൽ തന്നെ മല കാണാൻ പറ്റും കേട്ടോ. നമ്മൾ രാത്രിയൊക്കെ കാണുമ്പോൾ നല്ല വ്യൂ ആയിരിക്കും കേട്ടോ. നല്ല ലൈറ്റൊക്കെ ഇതാണ് കേട്ടോ പഴനിമല നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. രാത്രിയൊക്കെ നല്ല വ്യൂ ആയിരിക്കും കേട്ടോ, നല്ല ലൈറ്റൊക്കെ ആയിട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ പഴയ പോലെയല്ല കേട്ടോ. നമ്മൾ അന്ന് ഒരു 3 കൊല്ലം മുമ്പ് പോകുന്ന സമയത്ത് ഫോണൊക്കെ കൊണ്ടുപോകായിരുന്നു. അപ്പോൾ നമ്മൾ മുകളിൽ നിന്നുള്ള വ്യൂസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അവിടെയും ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അവർ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എടുക്കുന്നവരുടെ കയ്യിൽ നമ്മൾ മുകളിൽ പോയി ചിലവരയിലൊക്കെ ഫോൺ കാണാം കേട്ടോ. അവരെങ്ങനെ കൊണ്ടുപോകണമെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു കണക്കിന് ഇങ്ങനെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഫോണൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് വളരെ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് കേട്ടോ തോന്നുന്നത്. എന്താ പറയുക, നമുക്ക് എന്താ പറയുക, നമുക്ക് നല്ല സമാധാനത്തോടെ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടു കൂടി ഭഗവാനെ തൊഴുതാനും അവിടെയുള്ള കാര്യങ്ങളൊക്കെ നേരെ നോക്കിക്കണ്ട് മനസ്സിലാക്കാനും ഒക്കെ പറ്റില്ലേ. ഈ ഫോൺ ആകുമ്പോൾ എന്താ പറയുക, കൂടുതൽ സമയം അതിൽ തന്നെ നമ്മൾ ചിലവഴിക്കും, വീഡിയോ എടുക്കാനും നോക്കാനും ഒക്കെ ആയിട്ട്. അതൊക്കെ എല്ലാ അമ്പലങ്ങളിലും ഇങ്ങനെ ഒഴിവാക്കുന്നത് വളരെ നല്ല കാര്യമാണ് അല്ലേ. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, നമ്മൾ പോയിട്ട് വരുമ്പോൾ അതിന് ഒരു പ്രത്യേക ഒരു സന്തോഷം കൂടെ നമുക്കുണ്ട്. ഈ ഫോണുള്ളപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങോട്ട് ആസ്വദിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇന്നലെ കഴിച്ച അതേ ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ വന്ന് ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ ഏട്ടൻ ഇന്നും പൊങ്കൽ തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ പൂരി ഓർഡർ ചെയ്തു. പിന്നെ അശ്വിനും അക്ഷയിന്നും മസാല ദോശയാണ് ഓർഡർ ചെയ്ത്. അപ്പോൾ അശ്വിൻ ഞങ്ങൾക്കൊക്കെ ഓരോ വായി തരുകയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളെ ഇന്ന് കുളിപ്പിച്ച് ഇന്നും ചന്ദനമൊക്കെ തേപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ച് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വരുന്ന വഴിക്കാണ് കേട്ടോ അവരുടെ ഒരു ഡാൻസ്. പാൽക്കുടം എടുത്തിട്ടുള്ള വഴിപാട് ഒക്കെ ചെയ്യുന്ന ഡാൻസും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് മലയൊക്കെ ഇറങ്ങിയതിന് ശേഷം വന്ന് ഇവിടുത്തെ സാധനങ്ങളെല്ലാം നോക്കണം കേട്ടോ. ആദ്യമൊക്കെ പറഞ്ഞാൽ നമ്മൾ മലയിലൊന്നും കയറാൻ അയക്കാണ്ടായിരുന്നു ആൾക്കാർ, കച്ചവടവും കാര്യങ്ങളല്ലേ. ഇപ്പം അതെല്ലാം മാറ്റം വന്നിരിക്കണം കേട്ടോ. നമ്മൾ 3 കൊല്ലം മുമ്പ് വരുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല. വഴിയിലെല്ലാം കച്ചവടക്കാരായിരുന്നു കേട്ടോ. ഇപ്പോൾ അവിടെ നിന്നെല്ലാം മാറ്റി എല്ലാം ഒരു ഭാഗത്തേക്ക് ഒരു സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന് പിന്നെ കുറേ നേരമൊക്കെ റെസ്റ്റ് എടുത്ത് വീണ്ടും റെഡി ആയിട്ടുണ്ട്. നമ്മൾ
തിരിച്ചൊരു 7 മണിയാകുമ്പോഴുള്ള ട്രെയിനിലാണ് കേട്ടോ വരുന്നത്. 2 ട്രെയിനുണ്ട്, ഒരു 6:20 7 മണിക്കൊന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ 7 മണിക്കുള്ള ട്രെയിനിൽ വരാൻ പറഞ്ഞിട്ട് നേരത്തെ തന്നെ അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യണ ട്രെയിനിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കും. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്